I feel like I'm losing my mind. Is everybody in the world blind? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ക്രിസ്മസ് ഒക്കെ എല്ലാരും അടിച്ചു ഒളിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ ഇനിയിപ്പോ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ആഘോഷമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കണം എല്ലാരും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ചെറിയ രീതിയിലൊക്കെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ അതിലൊക്കെ പോയി പങ്കെടുക്കണം. ന്യൂ ഇയർ എങ്ങനെ ആഘോഷിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടർ മാറ്റിയിട്ട് പുതിയ കലണ്ടർ ഇട്ട് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കും ഗൈസ്. പിന്നെ ആകപ്പാടെ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞാൽ. എനിക്കേ ഉള്ളൂ, എവക്കും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം 1-ാം തീയതി നിർത്താൻ ഒരു ദുഷീലല്ലോ എന്നുള്ള വിഷമം. അയ്യോ തള്ളു വന്നിരുന്ന് തള്ളുന്ന തള്ളക്കം കണ്ടോ നിങ്ങള്? ഞാൻ കാണിച്ചു തരാം ദുശീലങ്ങള്. അയ്യോ ഒന്നും പറയണ്ട ഗൈസ്, ഭയങ്കര വിഷമമാട്ടെ. എല്ലാരും 1-ാം തീയതി ആകുമ്പം ഓരോ ദുശീലങ്ങളൊക്കെ നിർത്തുമ്പോ ഞാൻ മാത്രം നിർത്താൻ ഒരു ദുശീലം ഇല്ലാതെ ആകപ്പാടെ വിഷമിച്ചിരിക്കും കേട്ടോ. ഒരു കാര്യം ഇന്ന് തുടങ്ങിക്കോ, അപ്പം പിന്നെ 1-ാം തീയതി നിർത്താലോ അല്ലേ? തള്ളും കൊണ്ട് വന്നേക്കുവോ ഗൈസ്, തള്ളും കൊണ്ട്. ന്യൂ ഇയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാമുകളൊക്കെ ഓരോരുത്തരൊക്കെ ഒരുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് ഓരോ സംഘടനകളൊക്കെ പ്രോഗ്രാം ഒക്കെ ഒരുക്കുന്നുണ്ട്. ചിലപ്പോൾ സമയം കിട്ടുമെങ്കിൽ പോകും. കാരണം ന്യൂ ഇയർ വരുന്നത് തിങ്കളാഴ്ചയാണ് ഗൈസ്. ഞങ്ങൾക്ക് ലീവ് കിട്ടത്തില്ല ഗൈസ്. ഞങ്ങള് വെള്ളിയാഴ്ച ന്യൂ ഇയർ അങ്ങ് വെള്ളിയാഴ്ച ആഘോഷിക്കും. എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ? ഇന്നലെ ഞങ്ങള് കേക്കൊക്കെ വാങ്ങാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് കേക്കൊന്നും കിട്ടിയില്ല. ഭയങ്കര പ്രയാസമായി. കാരണം ഞങ്ങൾക്കൊരു ഫുള്ള് കേക്ക് കഴിക്കണം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഒരു അടിപൊളിയായിട്ടൊരു എലൈറ്റിന്റെ ഒരു ഫുള്ള് കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങളെ തന്നെ കഴിച്ചു. ആർക്കും കൊടുത്തില്ല കേട്ടോ. അങ്ങനെ തന്നെ. കാരണം അത്ര വലിപ്പമുള്ള കേക്ക് അല്ലായിരുന്നു. ഒരു ഫുള്ള് കേക്ക് ചെറിയ കേക്കായിരുന്നു കേട്ടോ. നിങ്ങളായിരിക്കും ഫുള്ള് കേക്ക് എന്ന് വിചാരിച്ചപ്പം വലിയ കേക്കാണ്. വലിയ കേക്കല്ല, ഒരു ചെറിയ കേക്ക്. എത്ര കഴിച്ച് ചെറുത് 1/2 കിലോയുടെ എങ്ങാണ്ട് ചെറിയ കേക്ക്. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ഞങ്ങള് മുറിച്ചിട്ട് ഞങ്ങള് കഴിച്ച് എനിക്ക് വൈകി അടിപൊളിയായിരുന്നു. അത് കേക്ക് കഴിക്കുമ്പോ പെട്ടെന്ന് അങ്ങ് മത്തടിക്കും കേട്ടോ. എനിക്ക് എന്തോന്ന് അറിഞ്ഞൂടാ, അതിനകത്ത് ഭയങ്കര പക്ഷെ അതിനകത്ത് നട്ട്സ് ഒക്കെ കഴിക്കും. ഓർക്കുമ്പോ തന്നെ കൊതി വരുന്ന കൈസ്. ശരിക്കും പറഞ്ഞാല് ആണ് വെള്ളം ഇറക്കി അതുണ്ടാവും വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. അവിടെ ഇല്ല, ലുലുലുണ്ടെന്ന് പറയുന്ന കേട്ടോ. ഇനിയിപ്പോ ലുലു വരെ പോവാനുള്ള സമയവും ഇല്ല, പോകാനുള്ള സാഹചര്യവും ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങള് പിന്നെ കേക്കിന്റെ കാര്യങ്ങൾ മറക്കാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഹൈറ്റ് കൂടിയെന്നല്ല. ഞാൻ സോഫയിലും ഈ ചായം കട്ടിലേലുമാണ് ഗൈസിരിക്കുന്നത്. എന്റെ സ്ഥലമാണ് ഇത്. ഇന്ന് ഇച്ചാൻ പറഞ്ഞു, നീ ഇന്ന് വീഡിയോസ് എടുക്ക്, നീ പിടിച്ചോ ഫോണ്, ഞാൻ ഇവിടെ ഫോൺ പിടിക്കുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. കൈ കഴിക്കും. ട്രൈപോഡ് എടുത്ത് വെച്ചിട്ട് ചെയ്താലും മതിയല്ലോ. പിന്നെ ട്രൈപോഡ് ഞങ്ങളുടെ ട്രൈപോഡ് എന്തുവാന്നറിയാമോ? ടേബിളാണ്. ടേബിളിനകത്ത് ഇങ്ങനെ വെക്കും. ആദ്യം ഒരു ട്രൈപോഡ് വാങ്ങിച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ അതിന്റെ മേളിൽ കയറി ഇരുന്നങ്ങ് ഓടിച്ചു. അതെന്തോ ഞാൻ അവിടെ കൊണ്ട് വെച്ചിരുന്ന് അതിന്റെ മേളിൽ കുറെ തുണി കൊണ്ടുവന്നങ്ങ് ഇട്ട്. തുണി കൊണ്ടിട്ടിട്ട് നൈസായിട്ട് അങ്ങ് പോയങ്ങി ഇരുന്നങ്ങ് ഒടിച്ചിട്ടത് അനങ്ങാതിരുന്ന് കേട്ടോ. പിന്നെ ഞാൻ തുണി മടക്കി ഇത് ഒടിഞ്ഞിരിക്കുന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ചായ നമ്മുടെ ട്രൈപോഡ് ഒടിഞ്ഞ്, ഇത് എങ്ങനെ ഒടിഞ്ഞ്? തുണിയെല്ലാം ജീൻസ് എല്ലാം കൂടെ പറക്കി ഇട്ടപ്പോ അത് ഒടിഞ്ഞു പോയതാണോ വായിച്ചോ? വായിച്ചപ്പോൾ ആന്നടി അങ്ങനെ ഒടിഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് സംശയം. എന്നിട്ട് ഇച്ചാനാണെങ്കിൽ സാധാരണ ഒരു സാധനം നശിച്ചെന്ന് കേൾക്കുമ്പോ ഇച്ചാൻ ഒരു ഇമോഷണൽ ഇച്ചാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അല്ലെങ്കിൽ എങ്ങനെ പറ്റിയത് എന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ചോദിക്കുന്നുമില്ല. ആ സാരമില്ല, പോട്ടെ, ഇനിയിപ്പോ വേറെ ഒരെണ്ണം മേടിക്കാം എന്നൊക്കെ. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് മണത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു അവസാനം പറഞ്ഞിട്ട് ഞാൻ അറിയാതെ എന്റെ മേളിൽ കയറിയിരുന്നു. നീ എന്തെങ്കിലും പറയുന്നു വിചാരിച്ചിട്ടാ മിണ്ടാതിരുന്നേ. ഭയങ്കര തരികിട പിടിച്ച സാധനം എന്ന് വെച്ചാ 1-ാം തീയതി തരി പിടിച്ച സാധനം. അപ്പൊ ഒരു കാര്യം ചെയ്യും, 1-ാം തീയതി മാറ്റേണ്ട തരികിട സ്വഭാവം. തരികിട സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പൊ കണ്ടില്ല, ഇതുപോലെ തരികിടകൾ കാണിച്ചിട്ട് മിണ്ടാതെങ്ങിരിക്കും കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ചേട്ടന്റെ കാലിന്റെ വേദന അങ്ങനെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. ഓയിൽമെന്റ് ഒക്കെ ഇടുന്നുണ്ട്, പ്രാർത്ഥിക്കും. എന്താന്ന് അറിയില്ല. ഇനിയിപ്പോ 1-ാം തീയതി പോയിക്കൊണ്ട് കാണിക്കണം. കാണിച്ചെങ്കിലേ ശരിയാവത്തുള്ളൂ. ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് ഇരിക്കുക. ഇതൊക്കെ ടെൻഷൻ, എല്ലാ ബന്ധുക്കളൊക്കെ ഒരുപാട് ടെൻഷൻ. എല്ലാരും പറയുന്നുണ്ട് കൊണ്ട് കാണിയത് എന്താന്നൊക്കെ. അപ്പൊ അതൊന്ന് കാണിക്കണം പറഞ്ഞിട്ട് ഇരിക്കുക. ഇനിയിപ്പോ എന്തായാലും 1-ാം തീയതി ആവണം. 1-ാം തീയതി ആവാതെ പോവാൻ പറ്റത്തില്ല ഗൈസ്.
പിന്നെന്താ ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ച് ആഹാരം എല്ലാം ഉണ്ടാക്കിയിട്ടില്ല, ചോറാക്കി വെച്ചു. ഇനിയിപ്പോ കറി എന്തെങ്കിലും വെക്കണം. കറിയുടെ വെച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. വീണ്ടും റെസ്റ്റ് എടുക്കുക, നല്ലതായിട്ട്. ഞാനിവിടെ ജോലി ചെയ്യും, മിച്ചം കിടന്നുറങ്ങും ഗൈസ്. ഞാൻ ഇച്ചിരി തടി വെച്ചതുപോലെ തോന്നുന്നു വെച്ചോ, സത്യം. ചെള്ളയൊക്കെ വന്നതുപോലെ. ഇനി ഇങ്ങനെ ഇരിക്കുന്നോണ്ടാവും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോഴ് എന്താ പറയാ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളൂ. അപ്പോഴ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴ് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.